കാക്കകൾ ഇതേമാതിരി നോക്കുമ്പോൾ കാക്കകൾക്കും കിട്ടാൻ മാർഗമില്ല. പിന്നെ കാക്കകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉദ്യാനപാതയിൽ വന്നപ്പോൾ ഇവിടെയൊക്കെ നായ്ക്കളുണ്ടായിരുന്നു. അപ്പൊ കൊടുത്തു കഴിഞ്ഞപ്പോ കൊടുക്കുന്നില്ല. പിന്നെന്താ ഇപ്പൊ നായ്ക്കൾ അവിടെ വരും. നമ്മളെ സൈക്കിൾ അല്ല അവർക്ക് ആളെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. നമ്മളിപ്പോ എത്രയോ ആളുകൾ ശ്രദ്ധിക്കായിരുന്നു. വെള്ള ഷർട്ടും വെള്ള ഇതിട്ടിട്ട് എന്റെ വെള്ള പാൻറ്റും വെള്ള ഷർട്ടും ഞാൻ എന്റെ സൈക്കിള് കണ്ടല്ലോ കാക്കകള് നമ്മളെ ഫോളോ ചെയ്യുന്നു. ഒറ്റ കാക്കിട്ടാവില്ല. നമ്മളിത് വന്നിറങ്ങിയല്ലോ അവർ പെട്ടെന്ന്. ഇനിയിപ്പോ ആ ഭാഗത്തേക്ക് വരും. ബൈപ്പാസിൽ ആ ഭാഗത്തൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ കുട്ടികളെ വീട് ഇവിടെ ഈ വീട് എല്ലാം സ്ഥിരമായിട്ട് ചെയ്യുന്നല്ലേ? രാവിലെ വരും, വൈകുന്നേരം മാത്രം. രണ്ട് സ്ഥലത്തോട്ട് ഇനി ഇവിടെ അടുത്ത്. ഇനി നമ്മളെ ഇവിടെ മുനിസിപ്പാലിറ്റി ആ ബിൽഡിംഗ് ഇല്ലേ ഹരീശലിന്റെ, അതിന് നേരെ അപ്പുറത്ത് ഒരു ഹരീശ മറ്റേ മുനിസിപ്പാലിറ്റിന്റെ സ്ഥലത്തിന്റെ ഒരു മറ്റേ മതിലുണ്ട്. ആ മതിലിന്റെ മുകളിൽ ഇതേമാതിരി കുറെ പേര് കാക്കകളുണ്ടാവും. ഇതൊക്കെ ഇനി കുറെ ആൾക്കാർ അവിടെ കാത്തിക്കുന്ന ആൾക്കാരുണ്ടാവും. നായ്ക്കളുണ്ടാവും. വീട് അവിടെ തന്നെ. എൻ്റെ വീട് ഇവിടെ ഈ രാജീവ് സ്കൂൾ റോഡിന്റെ തോക്കാമ്പാറയ്ക്ക് പോകണം. പടിഞ്ഞാക്കടാവും ആ കയറ്റം കയറണം. കയറ്റത്തില് കാരണം അവിടെ സായിബാബയുടെ ഒരു മതിലിന്റെ മുകളിലൊരു ഫ്ലക്സ് ഒക്കെ ഉണ്ടാവും. പണിയൊന്നുമില്ല, സായിബാബയുടെ പരിപാടി തന്നെ. നേരത്തെ പോലീസിലായി. ഞാൻ മലപ്പുറത്ത് ക്രൈംബ്രാഞ്ചിൽ നിന്ന് CID റിട്ടയർ ചെയ്ത. അപ്പോൾ പിന്നെ ഇതിപ്പോൾ 10 തുടങ്ങി, 2010 തുടങ്ങിയതാ. ഈ നമ്മളെ അല്ല 2020 കോവിഡ് വന്നില്ലേ? കോവിഡ് ഭക്ഷണം കൊടുക്കല് അതിന് മുമ്പേ നമ്മുടെ വീട്ടിന്റെ പരിസരത്തൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഇട്ട് കൊടുക്കാന്ന് വെച്ചാല് നമ്മുടെ കോവിഡ് വന്നില്ലേ? കോവിഡ് 2020 പിന്നെ മാർച്ച് 22 ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത്. 2020 മാർച്ച് 22. അപ്പൊ ആ സമയത്ത് എന്താ വെച്ചാല് നമ്മളെ ഒരു സാധനം പുറത്തുനിന്ന് ആർക്കും ജീവികൾക്ക് കിട്ടാതെ. അപ്പോൾ പിന്നെ ആ സമയത്ത് എന്താ വെച്ചാൽ നമ്മൾ വൈകുന്നേരം നമ്മളെ സുഹൃത്തുണ്ട് ടൗണിൽ. അവൻ പറഞ്ഞു ഇവിടെ പക്ഷേ അവിടെ ഈ കാക്കകൾ മറ്റേ നായ്ക്കൾക്കൊന്നും ഒരു ഭക്ഷണം കിട്ടാൻ 2 മണിക്ക് കടകളൊക്കെ അടച്ചു പോലെ ഒന്നും കിട്ടില്ല. പട്ടിണി കിടന്നിട്ട് വളരെ വിഷമാണ്. അസ്ഥി കാണുന്നുണ്ടായിരുന്നു. അപ്പം ഇന്ന് തന്നെ നമുക്ക് പരിഹാരമുണ്ടാക്കാം. ഞങ്ങളന്ന് ഇവിടെ കോട്ടപ്പടി ഇവിടെ വന്നിട്ട് ഒരു കട കുറച്ചിട്ട് അന്ന് ബ്രെഡും പിന്നെ കുറച്ച് പാലും മേടിച്ച് അവിടെ കൊണ്ടുപോയി കൊടുത്ത്. അപ്പോൾ ആദ്യം അവരെടുക്കാൻ പേടിയിരുന്ന നായ. പിന്നെ അത് പട്ടികളൊക്കെ വന്ന് ഓരോ സ്ഥലത്ത് വെച്ചിട്ട് അത് കഴിക്കൽ തുടങ്ങി. പിന്നെയാണ് നമ്മൾ ഈ കാക്കകൾ ഇതേമാതിരി നോക്കുമ്പോൾ കാക്കകൾക്കും കിട്ടാൻ മാർഗമില്ല. പിന്നെ കാക്കകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉദ്യാനപാതയിൽ വന്നപ്പോൾ ഇവിടെയൊക്കെ നായ്ക്കളുണ്ടായിരുന്നു. അപ്പൊ കൊടുത്തു കഴിഞ്ഞപ്പോ കൊടുക്കുന്നില്ല. പിന്നെന്താ ഇപ്പൊ നായ്ക്കൾ അവിടെ വരും. നമ്മളെ സൈക്കിൾ എന്താ കൊടുക്കല്? ബിസ്ക്കറ്റ്. അതൊരു കേസ് ബിസ്ക്കറ്റ് മേടിക്കും. അതൊരു 5 ദിവസത്തിന് 36 പാക്കറ്റ് ഉണ്ടാവും. 25 റുപ്യന്റെ. അതെയും കടക്കാരങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മള് സൗജന്യം പിന്നെ പറ്റിയിട്ട് നമുക്ക് ഇവർക്ക് തിന്നാൻ കൊടുക്കരുത്. നല്ലത് മേടിച്ചു കൊടുക്കണം. പഠിച്ചന്റെ ആൾക്കാരാണ് ഇവരൊക്കെ. ഇവർക്കൊക്കെ നല്ലത് മേടിച്ചു കൊടുക്കും. ഇവർക്കേ നമ്മള് നന്ദിയുണ്ടല്ലോ. അതാ നേരാകുമ്പോ നമ്മള് ദാനം കൊടുക്കണേ, എന്ത് കൊടുക്കണേലും നല്ലത് കൊടുക്കണം. നമുക്ക് വേണ്ടാത്തത് ഇപ്പോൾ ഇവിടെ നിന്ന് കടക്കാരനോട് ചോദിച്ചേ പിന്നെ ഇവിടെ കുറെ ബിസ്ക്കറ്റ് ഉണ്ട് പഴയത്. ഞാൻ നിങ്ങൾ വീട്ടിൽ കൊണ്ടുവരുന്നത് അതിനും കൊടുക്കണം. നമുക്ക് നമ്മളെ ജീവികൾക്ക് കൊടുക്കേണ്ടത്. നമുക്ക് അതിനെ ഇവർക്ക് കൊടുക്കാനുള്ളത് ദൈവം തമ്മിൽ നമുക്ക് അതിന് ഒരു ആരോഗ്യം തരുന്നുണ്ടല്ലോ.
കൃത്യമായിട്ട് ഇനിയിപ്പോൾ അവിടെ ഉണ്ട് കുറേ നായ്ക്കൾ കാത്തുക്കും നേരം വഴുകി കാക്കകൾക്കേ ഈ മയങ്ങിയ ഒരു കണ്ണൂരെ